സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പാട്ട് എങ്ങനെ പാടണമെന്നോ അല്ലെങ്കിൽ ഒരു പാട്ട് പാട്ടാണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ പാടുന്നത് പാട്ട് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഗുരു ഉണ്ടായിരുന്നില്ല ഒരു പ്രോപ്പറായിട്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വഴി എന്താണെന്ന് അറിയാമല്ലോ. പാട്ട് നമ്മൾ പാടുന്നു കേൾക്കുന്നു പാടുന്നു കിട്ടുന്ന ഞാൻ പിന്നീട് ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ടേപ്പ് റെക്കോർഡൊക്കെ വാങ്ങിച്ചു വെച്ച് പാട്ട് കേൾക്കുന്നു പഠിക്കുന്നു പാടുന്നു അതിനകത്തുള്ള കറക്ഷൻസ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ പാടുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നൊന്നും പറഞ്ഞുതരാൻ ആരുമില്ല. അല്ലെങ്കിൽ അത് കേൾക്കുന്ന കൈയടിച്ച് പോകുന്നു എന്നുള്ളതല്ല. ഇപ്പൊ എനിക്ക് നോർമലായിട്ട് ആരും നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുള്ളൂ. പിന്നെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നാൽ നമ്മളത് നമുക്ക് കൂടുതൽ നന്നാക്കണം, നന്നാക്കണമെന്നോ എവിടെ തെറ്റിയത് നമുക്ക് അറിയുന്നില്ല. അതെ അതെ. ചിലപ്പോ കല്ല് പാടിക്കുന്ന പാട്ടാണെങ്കിൽ ആൾക്കാർ പറയും സൂപ്പർ അത് ആയിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് വിഷമാണ്. കാരണം എനിക്ക് കേൾക്കണത്ര ദേഷ്യം വേറെ ഇല്ല. അല്ല, അവർക്ക് അതല്ലേ പറയാനും പറ്റുള്ളൂ. പിന്നെ അവർക്ക് ഒരു മുഖസ്തുതി എന്ന് പറയുന്ന അതെ രീതിയിലാണ്. അതെ അതെ. അപ്പൊ എന്നോട് പല ആൾക്കാരും അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് സത്യം അറിയാനാണെങ്കിൽ വിഷമിക്കരുത്. പിള്ളേര് പാട്ടൊക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയും. അല്ല, ഉള്ള കാര്യം പറയണല്ലോ. അത് ഞാൻ പറയും, കുട്ടികളാണെങ്കിൽ അതെ, ഞാൻ അവരോട് പറയും, ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷവും വേണ്ട. അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് തെറ്റാണ്. കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പാട്ട് കുറെ ഞാൻ ഈ ജഡ്ജ് ചെയ്യാനുള്ള കുറെ പ്രോഗ്രാമിന് പോകാറുണ്ട്. ഇപ്പൊ ക്രിസ്മസ് സീസൺ ആകുന്നു, അതിന് ക്രിസ്മസ് സീസണിലെ ഒരു സ്ഥിരം ജഡ്ജാണ്. ബൈബിൾ കലോത്സവങ്ങൾ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പൊ ഇവര് വന്ന് നമ്മളോട് ചോദിക്കും, അവരുടെ കൊയർ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സോളോ കോമ്പറ്റീഷൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നേരത്തെ വന്ന് ചോദിക്കും. ഇല്ല, കഴിയുമ്പോൾ മിസ്റ്റേക്സ് എന്താണ് ചോദിക്കും. അപ്പൊ നമ്മൾ ഇതെല്ലാം നോട്ട്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോട് പറയും ഇന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോ നമ്മൾ പാടിയ പാട്ട് തന്നെ എനിക്ക് ഒരു പാടുന്നത്. അപ്പോഴും ഞാൻ പണിക്ക് പോകുന്നുണ്ട്, മരപ്പണിക്ക് പോകുന്നുണ്ട്. ഞാനൊരു 98 വരെയും പണിക്ക് പോകുന്നുണ്ട്. 2000 ഞാൻ പണി നിർത്തി. കാരണം എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റണല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയായിട്ട് മാറി പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത്. അതിനൊരു വഴിത്തിരിവ് ശരിക്കും പറഞ്ഞാൽ ജോൺസൺ ചേട്ടൻ തന്നെ. അപ്പൊ ഇങ്ങനെ ഞാൻ തിരിച്ച് ഒരു കാസറ്റിന്റെ ഒരു പരസ്യം കണ്ട്, അഞ്ജനം എന്ന് പറഞ്ഞൊരു CD ഇറങ്ങി, കാസറ്റ് ഇറങ്ങിക്കണം. അപ്പൊ അതിനകത്ത് ഒരു പാട്ട് പാടി നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചാൻസ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനകത്ത് ഇറങ്ങിയ ഒരു പാട്ട്. അപ്പൊ അതിനകത്ത് ഈ വയലിൻ ജേക്കബ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ട്യൂൺ ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് യേശുവെ നീ എനിക്കാന്ന് പറഞ്ഞൊരു പാട്ട് ഞാനത് പാടി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്ത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിന് റിസൾട്ട് വന്ന് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ അതായത് കുറെ പാടിയിട്ടുണ്ട് ആ പാട്ട്, പള്ളിയിലാണെങ്കിലും പിന്നെ വീട്ടിൽ ഞാൻ എപ്പോഴും പാട്ട് തിരിച്ചും പറഞ്ഞു കാസറ്റ് അങ്ങനെയല്ല നമ്മള് ഇന്നത്തെ പോലെ റിപ്പീറ്റ് അതിങ്ങനെ അത് കഴിയുമ്പോ അപ്പുറത്ത് തിരിച്ചിടും, പിന്നെ അവിടെ ഇപ്പുറത്ത് തിരിച്ചിടും. അങ്ങനെ ആ കാസറ്റ് നശിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത് യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ, സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാന്ത്വനമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. ഈ പാട്ട് പാടി അവരത് ഓക്കെ പറഞ്ഞു, പിന്നെയും ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെയ്യാരത്ത് നമ്മുടെ ചേതനയിലായിരുന്നു എൻ്റെ ഓഡീഷൻ നടന്നത്. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു പാട്ട് നിങ്ങളുടെ സ്വയം ഏതെങ്കിലും ഒരു പാട്ട് പാടിയത്. നമ്മൾ റെക്കോർഡ് കൊടുത്താണല്ലോ. അപ്പോൾ സ്റ്റുഡിയോ ചെന്നിട്ട് അവിടെ ചെന്ന് അപ്പൊ ആ കാലഘട്ടത്തിലാണ് കരുണാമയനെ എന്നുള്ള പാട്ടൊക്കെ നമ്മുടെ മറവത്തൂർ ഗാനമൊക്കെ ഇറങ്ങിയ സമയം. അപ്പൊ അതിനകത്ത് ഒരു ഭക്തിഗാനം ഉണ്ടായിരുന്നു. അപ്പൊ കരുണാമയനെ കാവൽ വിളക്ക് ഈ പാട്ടിറങ്ങിയത്. ഞാനത് പാടി, അതും കഴിഞ്ഞ് ഞാൻ പോന്നു. നമ്മൾക്കും പ്രതീക്ഷ ഒന്നുമില്ല, ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അതെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ പറഞ്ഞ് ഒരു ചെറിയ ഒരു ഫൈനൽ കോമ്പറ്റീഷൻ കൂടി ഉണ്ട് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അതിനകത്ത് 5 പേരോളം ഉണ്ടായിരുന്നു, 5 പേരോ 6 പേരൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് അവരെന്നെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ഒരു പാട്ട് പാടുന്നത്. ആദ്യമായിട്ടൊരു കാസറ്റിൽ പാടുന്നത് ഡിവോഷണൽ അല്ലെങ്കിൽ കാസറ്റിലായിട്ട് പാടുന്നത് എന്റെ ഓൺ സോങ് ആയിട്ട് വരുന്നത് അതിനകത്താണ്. അമൃതം എന്ന് പറഞ്ഞൊരു CD ആയിരുന്നു. CD അല്ല, കാസറ്റ്. അന്ന് കാസറ്റ്
ഒറ്റ പാട്ടേ ഉള്ളൂ. ഒറ്റ പാട്ട്. അങ്ങനെയാണ് ഞാൻ ഗാഗുൽ തായിന്നെൻ്റെ ഉള്ളിൽ ഈ പാട്ടാണ് ഞാൻ പാടുന്നത്. അപ്പോഴാണ് ഞാൻ ഗാഗുൽ ജോസഫ് എന്നുള്ള പേരിലേക്ക് പേരിലോട്ട് മാറണത്. അങ്ങനെയാണ് ഗാഗുൽ ജോസഫ് ആയത്. ശരി ശരി. അവിടെ നിങ്ങളുടെ ഒരുപാട് പിന്നെ ഡിവോഷണൽ സോങ്സുകൾ പിന്നെ കുറെ പാട്ടുകളൊന്നും പാടിയില്ല ആ കാലഘട്ടങ്ങളിൽ. ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഞാൻ അപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരുപാട് ആൾക്കാരൊന്നും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഇതും കുറവാണല്ലോ അല്ലേ? ഫോണോ അങ്ങനത്തെ കാര്യങ്ങളോ വീട്ടിൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ നമ്പറിൽ പി വിളിച്ചിട്ടാണ് എന്നെ കിട്ടുന്നത്. അവര് വിളിച്ച് അവരത്തെ ചേച്ചി എനിക്ക് എന്നോട് പറയുമ്പോഴാണ് ഞാൻ ആരെങ്കിലും തിരിച്ചു വിളിക്കുന്നത്. ചിലപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവരെ കിട്ടൂല. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പി. അപ്പൊ ഞാൻ ആ സമയത്താണ് നമ്മുടെ ഈ വയലിൻ ജേക്കബേട്ടനെ പരിചയപ്പെടണം. അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ വീട്ടിലൊരു ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഒരു പേജറെങ്കിലും വാങ്ങുക. അന്ന് പേജറിന്റെ കാലഘട്ടം. പേജർ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു പേജറെങ്കിലും എടുക്കുക, നിന്നെ കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും പറയുന്നത് എന്നെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ലാൻഡ് ഫോണൊക്കെ എടുത്ത് ആ സമയത്ത് എനിക്ക് അത്രയും ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജേക്കബേട്ടൻ. ഈ അന്ന് ഞങ്ങൾ ഈ കാസറ്റിന് വേണ്ടി പരിചയപ്പെട്ടാണെങ്കിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അപ്പോഴും ഞാൻ പണിക്ക് പോകുന്നുണ്ട്. 2000 അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ പണിക്ക് പോകുന്നുണ്ട്. ഈ പണിയുടെ ഗ്യാപ്പിൽ കൂടിയാണ് ഞാൻ പാട്ട് പാടാനൊക്കെ പോകുന്നത്, ഗാനമേളക്ക് പോകുന്നത്. ഈ 98 കാലഘട്ടങ്ങളിൽ ഞാൻ CSയിൽ ഗാനമേളയിൽ പാടാൻ വേണ്ടി കയറി. അപ്പം എൻ്റെ അന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോട്ടയത്താണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത്. കോട്ടയത്ത് കുമരൻ താജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം റെക്കോർഡിങ് അല്ലെങ്കിൽ കൊയർ ഗാനമേള ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് രാവിലെ പോരും. അത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അവിടെ നിന്ന് എത്തണം. ഇന്നത്തെ പോലെ ബസ് സൗകര്യം കുറവാണ്, രാവിലെയൊക്കെ ബസ് കുറവാണ്. അപ്പം രാവിലെ നടന്നൊരു 3-4 കിലോമീറ്റർ നടന്നിട്ട് വേണം എനിക്ക് ബസ് സ്റ്റോപ്പിൽ വരാൻ. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ മണി 8-8:30 ഞാൻ വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ ഞാൻ കൊയറിനാണെങ്കിലും ഗാനമേളയാണെങ്കിലും എന്താണെങ്കിലും രാവിലെ പോരും. അപ്പം അങ്ങനെയാണ് എല്ലാം കൂടി. ചിലപ്പോൾ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ഗാനമേള വല്ലപ്പോഴും ഉണ്ടാവും. CS ഗാനമേളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ഗാനമേള ഉണ്ടാവും. അപ്പം അങ്ങനെ ഇതെല്ലാം തിരക്ക് കൂടി വന്നു. അപ്പോൾ കൊയറും ഗാനമേളയും റെക്കോർഡിങ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ പോകുന്നത്. അങ്ങനെ വന്ന് ലാസ്റ്റ് പതിയെ ഞാൻ പണി നിർത്തിയെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് ഓൾറെഡി. ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് ഈ പണിക്ക് പോയിട്ട് വന്ന് പാടുക പാടുന്ന ആൾക്കാർ വോയിസിനും കൂടി ഞാൻ 2 ദിവസം റെസ്റ്റ് എടുക്കും. അതായത് ഇന്ന് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ തലേദിവസം റെസ്റ്റ്, ഇന്ന് ഗാനമേള ഉണ്ടെങ്കിൽ തലേദിവസം റെസ്റ്റ്, കൊയർ ഉണ്ടെങ്കിൽ അത്രയും വലിയ കുഴപ്പമില്ല, എന്നാലും റെസ്റ്റ് എടുത്തൊക്കെ തന്നെ പോകുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം ആഴ്ചയിൽ 2 ദിവസമൊക്കെ പണിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ പണിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ പതിയെ നിർത്തി. എനിക്ക് എല്ലാം കൂടി പറ്റണില്ല. ആ സമയത്ത് സീസൺ വരുന്ന സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാനമേള ചിലപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം ഗാനമേള ഉണ്ടാവും, ചിലപ്പോൾ റെക്കോർഡിംഗ് ഉണ്ടാവും, കൊയറും ഉണ്ടാവും. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ഓട്ടം നടക്കില്ല. എത്ര പാടിയിട്ടുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ? ഒരു 1500-2000 അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ എല്ലാ കളക്ഷനും ഇതിന്റെ കയ്യിലില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. ചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ട് ട്രാക്ക് എന്തോ അത് ട്രാക്ക് പാടിയതല്ല ആക്ച്വലി. അത് ഞങ്ങളിവിടെ ഒരു CTC കോൺഗ്രിഗേഷന്റെ ഒരു കോൺവെന്റ് അവിടെ എടപ്പള്ളിയില് അവരുടെ അത് എലിസ്വാമി എന്ന് പറഞ്ഞ ദേവിദാസ് എലിസ്വാമിയുടെ 100ാം ചരമവാർഷികത്തിന് വേണ്ടി അവർ കാസറ്റ് ചെയ്തതാണ്. അപ്പം അതിനു മുമ്പ് അവർ 2-3 വർക്ക് ചെയ്തിട്ട് അവർക്ക് സക്സസ് ആയില്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗാഗുലെ ഞങ്ങളിങ്ങനെ കുറച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് സക്സസ് ആയില്ല. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ജൂബിലിയാണ് വരുന്നത്, എലിശയുടെ ജൂബിലിയാണ്, 10th ആനിവേഴ്സറി ആണ് വരുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വർക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് കുറച്ച് പാട്ടായിട്ട് നമുക്ക് കുറച്ച് മ്യൂസിക് ഡയറക്ടർമാർക്ക് ഷഫിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പാട്ടുകൾ കിട്ടും. അങ്ങനെ 3-4 മ്യൂസിക് ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു പാട്ട് ചെയ്തു. അപ്പം അതിനകത്തൊരു പാട്ടാണ് ഈ ആത്മാവിലൊരു പള്ളിയുണ്ടെന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ആ പാട്ട് അവരുടെ ഫംഗ്ഷന് വേണ്ടി ചെയ്ത പാട്ടാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടില്ല, അവരുടെ ഫംഗ്ഷന് വേണ്ടി ചെയ്ത പാട്ടുണ്ട്. അത് ഞാനാണ് ആദ്യം പാടുന്നത്. അത് ജോളി ചക്കാലക്കൽ എന്ന് പറയുന്ന അച്ഛനാണ് അതിന്റെ മ്യൂസിക് ചെയ്തത്. അതിന്റെ ലിറിക്സ് ചെയ്തേക്കുന്നത് പ്രീമസ് പെരിഞ്ചേരി എന്ന് പറഞ്ഞ നമ്മളുടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഗുരുതുല്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ഇന്നലെ വൈകുന്നേരവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷിൻ്റെ അടുത്താണ് നമ്മൾ എന്തെങ്കിലും പാടുമ്പോൾ എന്തെങ്കിലും ലിറിക്കലി എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാഷിനെ വിളിച്ചു ചോദിക്കും, മാഷ ഇത് ഈ ലിറിക്ക് ഇങ്ങനെ വന്നാൽ ശരിയാകുമോ? മാഷ് പറയും, മോനെ അത് പാടിയില്ല, അത് ശരിയാക്കില്ല, ഇങ്ങനെ പാടണം എന്ന് പറയും. അപ്പം നമുക്കൊരു ഗൈഡും കൂടിയാണ് പുള്ളിക്കാരൻ. നമ്മൾ അപ്പം എന്നോട് പറയും, പാടുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോളാം, കാരണം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നൊക്കെ റെക്കോർഡല്ലേ, പിന്നീട് മാറ്റി പാടാൻ പറ്റില്ല. അപ്പോൾ അത് ശരിയാണ്. അപ്പം എൻ്റെ മനസ്സിലത് ആ ഒരു തോട്ടുണ്ട്, റെക്കോർഡ് ചെയ്യുന്നതെല്ലാം റെക്കോർഡാണ്. ഒരു പ്രാവശ്യം നമ്മൾ പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അപ്പം തന്നെ മാഷിനെ വിളിച്ചു, മാഷാണ് ഈ പാട്ട് എഴുതി, ഈ പാട്ട് ഞങ്ങൾ ഇറക്കി
2-3 വർഷത്തോളം എറണാകുളത്ത് ഒരു മാരപ്പെട്ട പള്ളികളെല്ലാം പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം എൻ്റെ ഡയലക്ടോൺ അതാണ്. എന്നെ വിളിക്കുമ്പോൾ ഈ പാട്ടാണ് കേൾക്കുന്നത്. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ഇതായിരുന്നു ആ പാട്ട്. ഈ പാട്ട് പാടി 2 വർഷത്തോളം അത് ഇവിടെ കിടന്ന് ഓടി. അപ്പോഴാണ് ഞാൻ ഈ മാരാമൻ കൺവെൻഷൻ്റെ പാട്ട് പാടാൻ വേണ്ടി എന്നെ റജി ചേട്ടൻ വിളിക്കുന്നത്, മനോരമയുടെ. എന്നോട് ചോദിച്ചു, ഗാഗുല ആ ഡയലക്ടോണിൻ്റെ പാട്ട് കൊള്ളാല, നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ, അത് കൊടുക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് വെച്ചാൽ അതിപ്പോൾ അവർ ഇറക്കിയ പാട്ടാണ്, വേണേ ഞാൻ ചോദിക്കാം, എൻ്റെ കസ്റ്റഡിയിലുള്ള വർക്കാണ്, വേണേ ഞാൻ ചോദിക്കാം. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ ഈ വർക്ക് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ, ഇപ്പം നിങ്ങൾ ഇനി എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ അത്? അപ്പോൾ അവർ 10,500 CD ഇറക്കിയിട്ട് എന്നെ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല. കാസറ്റ് വിറ്റ് കാശാക്കി മേടിച്ച് തിരിച്ചു പോകും. പിന്നീട് അവർ വേറെ അഡീഷൻ ഒന്നും ഇറക്കിയില്ല. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഗാഗുല ഞങ്ങൾ ഇതും കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് സമയമില്ല, കോൺവെന്റിൽ അതിനുള്ള ഇതൊന്നുമില്ല, ഞങ്ങളുടെ പർപ്പസ് അതല്ല. അവർക്ക് ഇങ്ങനെ പ്രയറും കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു മീഡിയയിൽ ഇത് പബ്ലിഷ് ചെയ്ത് അവർക്ക് വിറ്റ് കാശാക്കാനുള്ള അവർക്ക് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മനോരമക്കാർ ചോദിക്കുന്നുണ്ട്, വർക്ക് ചോദിക്കുന്നുണ്ട്, അവർക്ക് അതിനകത്ത് നിന്ന് കുറച്ച് പാട്ടുകളെടുത്ത് 3-4 പാട്ടുകളെടുത്ത് ചിത്രചേച്ചിനെ കൊണ്ട് പാടിക്കും. അപ്പോൾ അത് നമ്മളുടെ പാട്ട് വേൾഡ് വൈഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ആലോചിച്ചോ, ഗാഗുൽ ആലോചിച്ചു. അങ്ങനെ ഞാൻ വഴി അത് ഇവർ മനോരമ എടുക്കുന്നു. അതിനകത്ത് ഈ പാട്ടും അതിനകത്തൊരു 4 പാട്ടോളം, ഇതടക്കം 4-6 പാട്ടായിട്ടുണ്ട്. അതിനകത്ത് 10-12 പാട്ടോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 6 പാട്ട് ചിത്രചേച്ചി പാടി. അതിനകത്തൊരു പാട്ടാണ് ഈ ആത്മാവിലൊരു പള്ളി ഇടുന്നത്. അപ്പൊ അങ്ങനെ അത് വേറെ ലെവലില് ചിത്രചേച്ചിയുടെ ഓഡിയോ ട്രാക്കിന്റെ ചാനൽ വഴി അങ്ങോട്ട് പോയി. അത് കണക്കിന് ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, പള്ളിയിൽ പാടുന്നുമുണ്ട്. പല ആൾക്കാരും വിചാരിച്ചിരിക്കണം ഞാനത് പിന്നീട് ചിത്രചേച്ചി പാടിയതിനു ശേഷം പാടിയ ആളാണ്. ഞാൻ പറഞ്ഞത് അത് അങ്ങനെയല്ല, ഞാനാണ് ആദ്യം പാടിയത്. ഞാൻ പാടിയതിനു ശേഷം എൻ്റെ പാട്ട് കേട്ടിട്ടാണ് അവർ ആ പാട്ട് നല്ലതായതുകൊണ്ടാണ് മനോരമക്കാരെ എടുത്തത്. അങ്ങനെ അത് അങ്ങനെ അവർ അത് പബ്ലിഷ് ചെയ്ത് അത് പോപ്പുലറായി പോയതാണ്. ഞാൻ പിന്നീട് പാടിയൊന്നും ആളല്ല. ഗാനമേള ചെയ്യാറുണ്ട്. ഗാനമേള ആയിരുന്നു. അത് ഒരു 2010 വരെ ഞാൻ ഗാനമേള തന്നെയായിരുന്നു. ഗാനമേള ഇത് ഞാൻ പറഞ്ഞില്ലേ 3 കൂടിയാണ് കണക്ട് ചെയ്തത്. ഗാനമേളയും കൊയറും റെക്കോർഡിങ്ങും ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിൽ കൂടുതൽ എന്താ ഡിവോഷണൽ സോങ്സ് ആണോ പാടുന്നത്? ഈ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതോ സിനിമാ പാട്ട്? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഗാനമേളക്ക് പാടണെന്ന് വെച്ചാൽ സിനിമാ പാട്ടൊക്കെ തന്നെയാണ് പാടണത്. ഞാൻ പറഞ്ഞു സിനിമാ പാട്ടല്ലാതെ ഗാനമേളക്ക് എന്ത് പാട്ട് പാടണം? ആകെ ഒരു ഭക്തിഗാനം പാടും. പിന്നെ ഭക്തിഗാനമേളയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പാടേണ്ട ആവശ്യമില്ല. പിന്നെ ആരെങ്കിലും വന്ന് പറയണം ഇന്നൊരു ഭക്തിഗാനം പാടിയാൽ കൊള്ളാന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ വേറെ എന്തെങ്കിലും പാട്ട് പാടുള്ളൂ. അതിപ്പോ അമ്പലങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ അമ്പലങ്ങളിലെ പാട്ടായിരിക്കും, അതും ഹിന്ദു ഡിവോഷനിലായിരിക്കും. ഇങ്ങനെ മാപ്പിളയായിട്ട് ബന്ധപ്പെട്ടുള്ള മാപ്പിള ഭക്തിഗാനം അങ്ങനെ ഒരെണ്ണം പാടണമെന്നുണ്ടെങ്കിൽ അവിടെ അത് അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഗാനം. ഇപ്പൊ ഇന്ന് അതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ സിനിമാ പാട്ടുകൾ തന്നെ പാടിയിരുന്നു. അതെ, അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പണ്ട് പാടിയിരുന്ന വാസന്തി ലക്ഷ്മിയുടെ പാട്ടൊക്കെയാണ് ഞാൻ പാടിയിരുന്നത്. അന്ന് അല്ലക്കണ്ണയൊക്കെ ഞാൻ പാടിയിരുന്നത്. അപ്പൊ എന്നെ പരിചയമില്ലാത്ത ആൾക്കാരും എന്റെ ഗാനമേള കേൾക്കാത്ത ആൾക്കാർക്കും അത് ഭയങ്കര അത്ഭുതമാണ്. അതൊക്കെയാണ് പാടിയിരുന്നത് ഞാൻ. പിന്നെ ഈ മറ്റേ നരസിംഹത്തിലെ താങ്കണക്കത്തിലെ അങ്ങനെയുള്ള പാട്ടൊക്കെയാണ് പാടിയിരുന്നത്. അങ്ങനെയൊക്കെ പാട്ട് പാടുമായിരുന്നില്ലേ? ഏറ്റവും കൂടുതൽ പാടാൻ പറയുന്ന പാട്ട് ഏതായിരുന്നു ഗാനമേളക്ക്? ഗാനമേളക്ക് അങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും. എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ പാട്ടുകാർക്കും മെലഡിയാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഈ ആലിലക്കണ്ണ എന്നുള്ള പാട്ട് വന്ന സമയത്ത് കുറെ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ പാടിക്കുമായിരുന്നു. നല്ല പാട്ടായിരുന്നു. അത് കുറെ ആളുകൾ ഇങ്ങനെ ഗാനമേളക്ക് അത് പാടിയിരുന്നു. പിന്നെ അതിനുശേഷം കുറെ ഒത്തിരി. മലയാളം മാത്രമാണോ അതോ ഹിന്ദി, തമിഴ്? ഹിന്ദിയൊക്കെ അങ്ങനെ എമർജൻസി ആരും ഇല്ലാത്ത സമയത്ത് വേണ്ടി വന്നാൽ മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഹിന്ദി പാട്ട് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ആൾക്കാരുണ്ട് ഓൾറെഡി. ഞങ്ങളുടെ പ്രദീപും രമേഷും ഒക്കെ ഉണ്ടായിരുന്നു. പ്രദീപ് ബാബും രമേഷ് ബാബു ഒക്കെ വന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് അതിന്റെ ഹിന്ദിയുടെയും തമിഴിന്റെ ആൾക്കാർ. അതോറിറ്റി അവരായിരുന്നു. അവർ പാടിക്കോളും. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാനും എലിസബത്തും അൻസാറും ആയിരുന്നു മലയാളം ഒക്കെ പാടിയിരുന്നത്. പിന്നെ അൻസാറും ഞാനും ആയിരുന്നു മലയാളം പാടിയത്. അഫ്സലിന്റെ ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു അന്ന് CEC ഗാനം.
രമേഷ് ബാബുവും പിന്നെ പ്രദീപ് ബാബു ആയിരുന്നു ഹിന്ദി തമിഴ് പാടി. അവർ രണ്ടുപേരും മിക്സ് ചെയ്ത് പാടും. ഫാസ്റ്റ് നമ്പേഴ്സ് അതെ, അവർ രണ്ടുപേരും മിക്സ് ചെയ്ത് പാടും. അവർ മലയാളം പാടും. ഫാസ്റ്റ് പാട്ടുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് പാടുന്ന പാട്ടുകളെങ്കിൽ അവർ ജോയിൻ ചെയ്ത് പാടും. എലിസബത്ത് ആണത് ഒരേ ഒരു ഫീമെയിൽ ആയിരുന്നു ഞങ്ങൾക്ക്. ശരിയാ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഗാനമേള കാലഘട്ടങ്ങളിൽ. കുറെ ആൾ അങ്ങനെ പോയിരുന്നു. അതിന് ഏതെങ്കിലും ഒരു നല്ല മലയാളം സിനിമാ പാട്ട് അന്ന് പാടിയതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതോ അല്ലെങ്കിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ലൊരു? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിദ്യാസാഗറിന്റെ ഒരു ഫാനാണ്. ഭയങ്കര വിദ്യാസാഗറിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വിദ്യാസാഗറിന് കുറെ പാട്ടുകളുണ്ട്. അതിനകത്തൊരു നല്ല പാട്ട് ഞങ്ങൾ എപ്പോഴും പാടുമായിരുന്നു. അത് പാടുമ്പോൾ ഞങ്ങൾ വാശിക്കാണ് പാടും. ഞാൻ എലിസബത്തും കൂടി ആ പാട്ട് പാടിയിരുന്നത്. ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി എൻ മനസ്സിൻ ജാലകം തിരയുകയായി പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പ്രണയമൊരു തീനാളം അലിയു നീയാവോളം. അതൊരു നല്ല പാട്ടാണ്. ഞങ്ങൾ കുറെ പാടിയിട്ടുണ്ട്. ഞാനും എലിസബത്തും കൂടിയാണ് ആ പാട്ട് പാടി. അത് കുറെ നാള് ഞങ്ങൾ പാടിയിരുന്നു. സ്റ്റേജിലൊക്കെ പോകുമ്പോ നമുക്കതൊരു നല്ലൊരു പാട്ടായിരുന്നു. നല്ല മെലഡിയാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലോ ഏതായിരിക്കും ഇഷ്ടമുള്ളത്? പഴനിമല മുരുകനൊക്കെ ആയിരുന്നു പാടിയിരുന്നത്. അതായത് നമ്മളുടെ ഈ നരസിംഹത്തിലെ പാട്ടില്ലേ, തങ്കണക്കത്തില്ലം ദില്ലം തല, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടിയിരുന്നു. അതൊക്കെ കുറെ ആളെ ഹിറ്റ് പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ആ പാട്ടുകളൊക്കെ ഇവിടെ എറണാകുളത്ത് പാടി തുടങ്ങി ഞാനായിരുന്നു എനിക്ക് തോന്നുന്നു. അന്ന് ഈ പുതിയ പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോഴേ ഞങ്ങൾ ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ വരുമ്പോ ആദ്യമേ ചെന്ന് കാണും. ഇന്നത്തെ പോലെ ഒന്നുമല്ല. അന്ന് സിനിമ എങ്ങനെയാണെങ്കിൽ ചെന്ന് കണ്ട് നല്ല പാട്ടാണെങ്കിൽ അപ്പം തന്നെ കാസറ്റ് മേടിച്ച് വീട്ടിൽ കുത്തിരുന്ന് പഠിച്ച് അത് ഗാനമേള കൊണ്ടുവന്ന് പാടുക. അതൊക്കെ അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു നമ്മുടെ ഗാനമേള എന്നാണ്. പുതിയ പാട്ടുകൾ ഇറങ്ങുകയാണെങ്കിൽ കാസറ്റ് ഇറങ്ങുമല്ലോ. കാസറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വാങ്ങും. അത് പിന്നെ പടം ഹിറ്റാണെങ്കിൽ പിന്നെ പാട്ട് എടുത്തേ പറ്റൂ. അപ്പൊ അത് ഈ പടം നരസിംഹമൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ആ പാട്ടുകളൊക്കെ എടുത്ത് പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ എറണാകുളത്തെ പാട്ടുകളൊക്കെ പാടി തുടങ്ങി ഞാനായിരുന്നു. പക്ഷെ അത് എന്റെ നാട്ടില് ഞാൻ ഗാനമേളയ്ക്ക് ഇന്ന് ചതുരംഗത്തിലെ ഒരു പാട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം. അപ്പൊ ഈ പാട്ട് അവിടെ ചെന്ന് പാടി കഴിഞ്ഞപ്പോ നീ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടും. അവര് ഞാൻ പള്ളിയിൽ ചേട്ടന്റെ എല്ലാരും അറിയപ്പെടുന്നത് ഡിവോഷണൽ സോങ്സ്. പെട്ടെന്ന് മാറ്റം വരുമ്പോ പിന്നീട് ചില ആളുകള് ഇപ്പൊ ഞാൻ ഗാനമേളക്ക് പാടുന്ന കാര്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ പാടിയ കാര്യങ്ങളൊക്കെ മറന്നുപോയ ആളുകൾ. ഇപ്പോൾ പണ്ട് ഞാൻ ഈ ACBയുടെ കുറച്ച് പ്രോഗ്രാം പാടുമായിരുന്നു. ACBയുടെ ഒരു മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അത് അതിനകത്ത് നമ്മളുടെ ജോൺസൺ മാഷിൻ്റെ പാട്ടുകളും പല ആളുകളിന് ചലിച്ചിട്ട പാട്ടുകൾ അങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ അർജുന മാഷിൻ്റെ പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഓടി കിടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പല ആൾക്കാർ എടാ നീ ഇങ്ങനെ ഈ സിനിമ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ് എന്താണ് അങ്ങനെ ചോദിച്ചു. ഞാൻ സിനിമ പാട്ട് ഒത്തിരി പാടി, ഞാൻ നമ്മളക്കാരനായിരുന്നല്ലോ, നമ്മളൊക്കെ പോയിരുന്ന ആളാണ്. പിന്നെന്താ അങ്ങനെ ചോദിച്ചു. അല്ലടാ നിന്റെ ഞാൻ ഗാനമേള പാട്ടോ സിനിമ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. യൂട്യൂബില് ആകാശഗോപുരമൊക്കെ കിടക്കണം, നീ ഭയങ്കരമായിട്ടൊക്കെ പാടിയിട്ടാണ്. ഞാൻ പറഞ്ഞ അത് ഞാൻ പണ്ട് പാടിയതാണ്, പണ്ട് ഇങ്ങനെ മാസ്റ്റേഴ്സിന് വേണ്ടി പാടിയതാണ്. അതിപ്പോ യൂട്യൂബിൽ കുറെ ആളുകൾ കണ്ടിട്ട് അത് യൂട്യൂബിൽ നിന്ന് ആരോ കോപ്പി എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാമോ? ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാന്ത്വനമായി. ലിറിക്സ് മറന്നു. ജയറാമേട്ടന്റെ അത് കളിക്കളത്തിലെ പാട്ടാണ്. അത് മമ്മൂട്ടിയുടെ കളിക്കളത്തിലെ പാട്ടാണ്. അത് ചേട്ടനെ പാടിയ വേണുഗോപാലൻ പുള്ളിക്കാരനെ പാടി. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ ഇങ്ങനെ. പിന്നെ അതുപോലെ ഈ ഇവരുടെ ഈ എപ്പിസോഡ് മാസ്റ്റേഴ്സിന്റെ എപ്പിസോഡ് 200 എപ്പിസോഡ് കവർ ചെയ്തപ്പോൾ അവരൊരു വലിയ സെറിമണി പോലെ വെച്ച് 200 എപ്പിസോഡിന്റെ വാർഷികം പോലെ വെച്ചിട്ട് സംഭവം ഒരു വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി ഈ സാധനം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ യൂട്യൂബിൽ ഇതിന്റെ ഭയങ്കര കമന്റ്സ് വന്നതാണ്. അപ്പൊ എന്നോട് പല ആൾക്കാരും എടാ നിന്റെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോലെ. ഞാൻ പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ പിന്നീട് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫുൾ ടൈം ഓൺലൈൻ കിടക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാനിത് വായിച്ചു. അപ്പൊ ഞാനോട് ചിരി തുടങ്ങി.
ഇപ്പോഴും അങ്ങനെ കവർ സോങ്സ് ഒക്കെ പാടി പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കവർ സോങ്സ് നല്ലതല്ലേ, പക്ഷെ നമുക്ക് പണ്ടത്തെ സമയവും സൗകര്യമൊക്കെ വരുമ്പോ പിന്നെ നല്ല അതാണല്ലോ വീഡിയോ. ട്രെൻഡിങ്, അതെ അതെ. പണ്ടത്തെ പാട്ട്. ഞാൻ ഇന്നാള് പറഞ്ഞല്ലേ, അന്ന് ഒരു ബിനു നൈനാന്ന് പറഞ്ഞ ചേട്ടായിയാണ് എന്നെ ഇതിനൊക്കെ വിളിക്കുന്നത്, ഈ എസിയുടെ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച് പാടിക്കുന്ന പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളി ഇപ്പൊ വണ്ടർവാൾ എന്ന് പറഞ്ഞൊരു മീഡിയക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, ആകൂലേ നമുക്ക് കുറച്ച് പാട്ടുകൾ പണ്ട് ചെയ്തുപോലെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്യണം. അങ്ങനെ വന്നിട്ട് ഞങ്ങള് ഈ ജോൺസൺ മാഷിന്റെ വേറൊരു പാട്ട്, അതായത് പാതിരാ പുള്ളുണർന്നു പരൽമുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാണുന്നു, അതെ ആ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ കുറെ ഓടി കിടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ സിനിമ പാട്ടൊക്കെ പാടിയിടുവല്ലപ്പോഴൊക്കെ. ഞാൻ പറഞ്ഞു, സമയം കിട്ടണ്ടേ. സിനിമയില് പാടിയിട്ടുണ്ടോ? ഞാൻ ഒരു സിനിമക്ക് വേണ്ടിട്ട് പാടിയിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പാടിയതല്ല, അത് ലാസ്റ്റ് എന്റെ പേരിലായിപ്പോയി. പക്ഷെ എന്റെ പേരില്ല അതിനകത്ത്. അതാണ് എന്റെ ഭയങ്കര സന്തോഷം. അതെന്തായിരുന്നു? അതായത് ഞാനൊരു ദിവസം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡിയോന്ന് വിളിച്ചതാണ്. എവിടെയാണ്? ഞാൻ വീട്ടിലുണ്ട്, ഒരു പാട്ട് പാടുന്നത് ട്രാക്ക് പാടി തന്നെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജാക്സൺ അരുജയും നമ്മുടെ പിന്നെ അഫ്സലിന്റെ ചേട്ടൻ ഷക്കീറൊക്കെ ഉണ്ട്. ഷക്കീർക്ക് ഡ്രമ്മറാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയാണ്, ഈ ജാക്സൺ ചേട്ടനും ഷക്കീർക്കും കൂടിയാണ് അന്ന് ഓർക്കസ്ട്ര ചെയ്യണത്. ജാക്സൺ ഷക്കീർ എന്നുള്ള ഒരു പാറ്റേണിൽ അവർ ചെയ്യുന്നത്. അപ്പൊ ഇവർ ഒരു ഫിലിമിന്റെ മ്യൂസിക് ചെയ്യുന്നു, ഓർക്കസ്ട്ര ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തത് ഒരു റോബിൻ തിരുമല എന്നൊരു ചേട്ടൻ. പുള്ളിക്കാരൻ്റെ അന്ന് പാട്ട് എഴുതിയ ആളുടെ പേര് ഞാൻ ഓർക്കണില്ല. ഈ പുള്ളിക്കാരനാണ് എൻ്റെ ട്യൂൺ ചെയ്തത്. അപ്പം എന്നോട് പറഞ്ഞു, ഇന്ന് ട്രാക്ക് പാടി തന്നോ. ഞാൻ അന്ന് ട്രാക്ക് പാടി കൊടുത്ത്, ട്രാക്ക് പാടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് പോരുകയും ചെയ്തു. അപ്പോൾ കുറേ ഹമ്മിങ് ഒക്കെ പാടാനുണ്ട്, അതൊക്കെ പാടി തന്നോ. ഞാനെല്ലാം പാടി കൊടുത്ത് ഞാൻ പാട്ടെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മാർച്ച് കാലഘട്ടങ്ങളിലാണ്. അപ്പം ഞാൻ ബൈക്കിന് പോകുമ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പോൾ പറഞ്ഞ്, ഞാനിങ്ങനെ റോബിൻ തിരുവല്ലുണ്ട്, മിനി ഞാൻ റെക്കോർഡിങ്ങിന് വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ചേട്ടാ പറയുന്നത്. പറഞ്ഞു, ഗാഗുലേ നിങ്ങളുടെ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സെറ്റിൽ കൊണ്ട് ആ പാട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പാട്ട് ഗാഗുലിനെ പാടിയാൽ മതി. ഞങ്ങൾ വേറൊരാൾക്ക് പഠിച്ച പാട്ടാണ്, അത് ഗാഗുലിനെ പാടിയാൽ മതി. ഞാൻ പറഞ്ഞു, സന്തോഷം ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് പാടാം എന്ന് പറഞ്ഞ്, പക്ഷെ അത് പാടേണ്ടി വന്നില്ല പിന്നീട്. അത് ഇങ്ങനെ അത് മാറാത്ത നാടെന്ന് പറഞ്ഞാൽ അത് മാറാട് ഇഷ്യൂവിനെ ബേസ് ചെയ്തൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഈ ഇതിന്റെ സെൻസറിങ് കാര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പടം ഇറങ്ങുന്നത്. പടം ഇറങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് വരെയും ഇവർ എന്നെ കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞിട്ട് പാടിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞ്, വേറെ ആരെ കൊണ്ട് ആ പാട്ട് പാടിക്കൂല, കട്ടായം. അത് നീ വിചാരിക്കുന്ന പോലെ വർക്കിനെ നീണ്ടുകൊണ്ട് പോകണം, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. റോബിൻ ചേട്ടൻ ഭയങ്കര കമ്പനി. പിന്നെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു. അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടി, അതിനകത്ത് ട്രാക്ക് പാടിയും അല്ലാതായിട്ടുള്ള പാട്ടുകളൊക്കെ പുറത്ത് വേറെ രീതിയിലൊക്കെ ഇറങ്ങിയായിരുന്നു, വേറെ സിനിമയിലൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ, എടാ ആ പാട്ട് നിന്നെ കൊണ്ട് മാത്രമേ പാടിക്കുള്ളൂ, വേറെ ആരെ കൊണ്ട് പാടിക്കില്ല. അങ്ങനെ സിനിമ ഇറങ്ങാൻ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗാഗുലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്, നീ ഒരു കാര്യം ചെയ്തു തന്നെ, ആ പാട്ടൊന്ന് പാടി ഒന്ന് മിക്സ് ചെയ്ത് തന്നെ. ഞാൻ ചെന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ ടോൺ അത്ര പന്തിയല്ല. അപ്പോൾ ഞാൻ പാടിയേക്കുന്ന വളരെ നന്നായിട്ടുണ്ട്. അന്ന് പാടിയേക്കുന്ന നമ്മൾ ട്രാക്ക് പാടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പാടുന്ന പോലെ തന്നെ ഞാൻ ട്രാക്ക് പാടി കൊടുക്കുന്നത്. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെ പാടുന്നത്. ഇപ്പോൾ ട്രാക്ക് പാടണമെന്ന് നല്ല സ്ട്രെയിറ്റ് പാടണ വ്യത്യാസമൊന്നുമില്ല. അത് കാരണം പണ്ട് ഞാൻ ട്രാക്ക് പാടിയ വെച്ച പാട്ടുകളൊക്കെ ഇപ്പോഴും പാടിക്കാതെ കേൾക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞത്, ഞാൻ വേറെ കൊണ്ട് പാടിച്ചിട്ടില്ല, താൻ തന്നെ പാടി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന പാട്ടുകളുണ്ട്. ഇപ്പോഴും എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഒരു പാട്ട് പാടി വെച്ചിട്ട് അതിനകത്ത് 5-6 പാട്ടുകളൊക്കെ പല ആൾക്കാരെ കൊണ്ട് പാടിച്ചു. പിന്നെ 2-3 പാട്ടുകൾ പാടിയിട്ടില്ല. അതിനകത്ത് ഒരു പാട്ട് എന്നോട് പറഞ്ഞു, അത് താൻ തന്നെ പാടിയാൽ മതി, വേറെ ആരും ഞാനിപ്പോൾ പാടിച്ചെന്നല്ലാതെ എനിക്ക് തൃപ്തിയായിട്ടില്ല, താൻ പാടിയതിൻ്റെ അത്രയൊന്നും ഫീലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് താൻ തന്നെ പാടി തന്നെ പറഞ്ഞ ഒരാളുടെ പുറകെ കിടക്കുന്നുണ്ട്. അതിപ്പോ എന്ന് പാടുമെന്ന് എനിക്കറിയാൻ പാടില്ല, പാടില്ലെന്ന് അറിയാൻ പാടില്ല. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ അതിന്റെ ട്രാക്കാണ് പാടുന്നതെന്നോ അല്ല സ്ട്രെയിറ്റ് ആണ് പാടുന്നുള്ള നന്നായിട്ട് പാടും, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പാടുക. ഞാനിത് ഈ മറാത്തനാളിലെ പാടിന് വേണ്ടി ഞാൻ സ്റ്റുഡിയോ ചെന്ന് ഞാൻ തന്നെ അവിടെ ഇരുന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അയച്ചു കൊടുത്തു. അതിന്റെ കാശ് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല, സ്റ്റുഡിയോ റെന്റ് പോലും. പക്ഷെ ഞാനത് എന്നെ സംബന്ധിച്ച് ഞാനത് അതിന് കാശിന് വേണ്ടി പാടിയതോ ഒന്നുമല്ല. കാരണം എനിക്കൊരു അവസരം വന്നപ്പോൾ ഞാൻ വിനിയോഗിച്ചു. അപ്പൊ ഞാനത് അന്ന് പാടി അയച്ചു. അത് പാട്ട് പടം ഇറങ്ങുന്നതിന്റെ തലേദിവസം അതിന്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രദീപ്. ഗാഗുലെ ക്ഷമിക്കണം. അപ്പം എന്താണ് ചേട്ടാ പ്രശ്നം?
ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല ട്ടോ. അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടല്ല, പിന്നെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, പിന്നീട് വിളിച്ചിട്ടുമില്ല. ഈ പടം ഇറങ്ങിയതിന് ശേഷം പിന്നെ കോൺടാക്ട് ഒന്നുമില്ല. പറഞ്ഞ് ഗാഗുലെ ക്ഷമിക്കണം, ഒരു വലിയ സോറി ഉണ്ട്. എന്താണ് ചേട്ടാ പറ്റിയതെന്ന് വെച്ചാൽ, പടം ഇറങ്ങൂലേ, എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ, അല്ല പടം നാളെ മറ്റന്നാൾ ഇറങ്ങും, മറ്റന്നാൾ അതിൻ്റെ റിലീസിങ്. അതിനകത്ത് നിൻ്റെ പേര് വെക്കാൻ വിട്ടുപോയി. പാട്ടുണ്ട്, ഓൾറെഡി പാട്ടുണ്ട്, പക്ഷെ നിൻ്റെ പേര് വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഈ സെൻസറിങ് ഭയങ്കര വിഷയമായിരുന്നു. അത് മാറാട് വിഷയമായിട്ട് ചെയ്തുകൊണ്ട് സെൻസറിങ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അതിൻ്റെ പുറകെ അങ്ങനെ ടൈറ്റിൽ വെച്ചതിനകത്ത് നിൻ്റെ പേര് വെച്ചിട്ടില്ല. വേറൊരു പാട്ട് രവീന്ദ്ര മാഷ് ചെയ്തിരുന്നു, രവീന്ദ്ര മാഷിൻ്റെ പേരും പിന്നെ അതിനകത്ത് ആ പാട്ട് പാടിയവൻ്റെ പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ, നിൻ്റെ പേര് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പാട്ടുണ്ടോ? പാട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, പാട്ടുകൊണ്ടല്ല, അത് തന്നെ വലിയ സന്തോഷം. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഞാൻ പാടിയതാണെന്ന്. കാരണം എൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ കുറേ ഉണ്ട്. അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ എവിടെ ചെന്ന് കേൾക്കുമ്പോഴും ഞാനാണ് പാടിയതെന്ന് മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പാട്ടും എൻ്റെ ശബ്ദവും ഉണ്ടല്ലോ, അത് മതി കേട്ടോ, അത് കാരണം ഞങ്ങൾ ആ ബന്ധം എപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ റോബിൻ ചേട്ടനായിട്ടുള്ള ബന്ധമാണെങ്കിലും ഞാൻ ഉടക്കാനോ അല്ലെങ്കിൽ അത് അയ്യോ എൻ്റെ പേര് വെച്ചില്ല ഞാൻ ശരിയാക്കി തരുമെന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അല്ല, ഞാനത് എന്നിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കമ്പോസ് ചെയ്യാറുണ്ടോ മ്യൂസിക്? ഒത്തിരി ചെയ്യാറുണ്ട്. എന്റെ പേരിൽ ചേരലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും ചെയ്ത് കൊടുക്കും. പേര് എന്റെ വേറൊരു പേരുണ്ട്, ഞാൻ പറഞ്ഞില്ല, എന്റെ ഒഫീഷ്യൽ നെയിമിലാണ് ഞാനത് പോകാറുണ്ട്. ജോസഫ് സക്രിയ എന്നുള്ള പേരിൽ ചെയ്ത് വെക്കാറുണ്ട്. ഗാഗുൽ ജോസഫ് എന്നുള്ളത് എന്റെ പാട്ടുകാരൻ എന്നുള്ള പേരായിട്ട് തന്നെ മാത്രം ഇരിക്കട്ടെ. ഡിവോഷണൽ സോങ്സ് പറഞ്ഞില്ലേ, ഇപ്പൊ ഹിന്ദു ഡിവോഷണൽ സോങ്സ്, മുസ്ലിം ഡിവോഷണൽ സോങ്സ് ഒക്കെ പറയും, ഏതെങ്കിലും ഒരു പാട്ട്? അന്ന് ഞങ്ങൾ ഗാനങ്ങളൊക്കെ പാടിയിരുന്ന പാട്ടുകളാണ്. ചന്ദന ചർച്ചിത നീല കളേഭരം എൻ്റെ മനോഹര മേഘം, കായാമ്പൂവിലും എൻ്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം, ഇത് ഗുരുവായൂരിലേക്ക്, അങ്ങനത്തെ ആ പാട്ടുകൾ, അങ്ങനെയുള്ള കുറെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും എനിക്ക് ഒരു പാട്ട് പോലും ബൈ ഹാർട്ട് പാടാൻ അറിയാം. അതാണ് വലിയ പ്രശ്നം. എല്ലാ ലിറിക്സ് ഒക്കെ പാടുള്ളൂ. മുസ്ലിം സോങ്സ് ഒക്കെ പാടുമ്പോൾ ചേട്ടൻ എങ്ങനെ അതിന്റെ ഡിക്ഷൻ ഒക്കെ ആരാ ഹെൽപ്പ് ചെയ്ത്? അതന്ന് എഴുതി വെച്ചാണല്ലാതെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ഒരു പാട്ട് പോലും എനിക്ക് ബൈ ഹാർട്ട് അറിയാൻ പാടില്ല, വലിയ പ്രശ്നമാണ്. അത് ശരി. ചേട്ടൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടിന്റെ 4 വരി പറയുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പാടുക? ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, ഏത് ലാംഗ്വേജ് ആണെങ്കിലും. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാട്ടുകളെല്ലാം നല്ല ഇന്ന പാട്ടെന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമത്തിലിരിക്കുമ്പോ ഒക്കെ കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ, ഗസലൊക്കെ കേൾക്കാറുണ്ടോ? ഗസൽ കേൾക്കാറുണ്ട്. ഹിന്ദി വലിയ വശമില്ലാത്തതുകൊണ്ട് ഗസലെല്ലാം കേൾക്കുകയുള്ളൂ, പാടുകൾ. ഹിന്ദി ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് വലിയ പിടിപാടില്ലാത്തൊരു സംഭവം. അപ്പൊ ഗസല് മിക്കവാറും ഉറുദു മിക്സ് ചെയ്ത്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ പാട്ടുകളുടെ ഏതെങ്കിലും ഞാൻ പാടിയ പാട്ടാണോ? ഞാൻ പാടിയത് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയേക്കുന്നത്, ഇന്നലെ ഇറങ്ങിയതൊരു, ഇന്നൊരു പാട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പാടിയതാണ്. അവിടെ വെച്ച് മറന്നുപോയി. അതൊരു മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പാട്ടാണ്. അത് അങ്ങനെ ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പാട്ടാണ്, അങ്ങനെ പാടിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ പാട്ട് മറന്നുപോയി സത്യം പറഞ്ഞു. ഇനി അത് കേട്ട് പഠിച്ചിട്ട് വേണമെങ്കിൽ രണ്ടാമത് ഓർക്കാൻ. അത് കുഴപ്പമില്ല. ചേട്ടന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിവോഷണൽ സോങ്ങിന്റെ 4 വരി? ഞാൻ ഇഷ്ടമുള്ള ഡിവോഷണൽ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആത്മാലൊരു പള്ളി കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടേക്കുന്നത്. ഈ അടുത്തുള്ള എൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ടേക്കുന്നത് ആത്മാലൊരു പള്ളിയുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഒരു ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എൻ്റേതാകേണം, എന്നിൽ സ്നേഹമായി, ഇത് ഞാൻ പാടിയ പാട്ടാണ്. ഇതും കുറെ ആളുകൾ കേൾക്കുന്നുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയതിൽ കുറെ പാട്ടുകളിൽ നല്ല ഒരു 2-3 പാട്ടുകളൊക്കെയാണ്. ഇപ്പോഴും കുറെ പാട്ടുകൾ ഇപ്പൊ ഈ ദിവസങ്ങൾ ഇറങ്ങാനുണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ചയിൽ ഇറങ്ങാൻ വേണ്ടി ഒരെണ്ണം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ദൈവപിതാവിന് സ്തുതിയേകാൻ എന്ന് പറഞ്ഞൊരു പാട്ട്, അതങ്ങനെ ഇരിക്കുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് അല്ലേ? ഫ്യൂച്ചർ റിലീസിംഗ് ആയിട്ടുള്ള പാട്ട്. ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഫാമിലി, വൈഫ്, അപ്പച്ചനും അമ്മച്ചി. വൈഫ് സിന്ധു, ചെറിയൊരു അക്കൗണ്ടന്റ് ആണ്. പാട്ട് എന്റെ അടുത്ത് വന്നതിന് ശേഷം അവള് ആളുകളുടെ വോയിസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് തുടങ്ങി. അത് ഓരോരുത്തർ പാടുമ്പോ
അത് മിഥിലയല്ലേ പാടിയേക്കുന്നത്, ആഹാ. അത് എലിസബത്ത് അല്ലേ പാടിയത്, കെസ്റ്ററിന്റെ പാട്ടാണല്ലേ, അവള് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. വോയിസ് നേരത്തെ അങ്ങനെ പുള്ളിക്കാരത്തി വരുമ്പോ എൻ്റെ അടുത്ത് വരുമ്പോ അങ്ങനെയുള്ളതെന്ന് പറയാൻ പാടില്ല. പക്ഷെ എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് മുല്ലപ്പൂങ്കൊടി അങ്ങനെയും എന്നുള്ളൊരു പറയാം. സംഭവമാണ്. അതായത് പിന്നെ ഇവരായിട്ടൊക്കെ കമ്പനി ഉള്ളതുകൊണ്ട് ഇവരുടെ വോയിസ് പുള്ളിക്കാരത്തിക്ക് അറിയാം. ആഹാ. അപ്പൊ സംസാരിക്കുമ്പോഴാണ് ഇടയ്ക്കെല്ലാം സംസാരിക്കുമ്പോൾ ഇവര് തമ്മിലൊക്കെ ആയിരിക്കും സംസാരിക്കും. അതെ അപ്പൊ ഇവരുടെ വോയിസ് പുള്ളിക്കാരത്തിക്ക് ഫെമിലിയർ ആണ്. അപ്പൊ എന്നോട് പറയും അത് എലിസബത്ത് അല്ലേ പാടിയിരിക്കുന്നത്, എലിസബത്ത് എലിസബത്തിനൊക്കെ ഇങ്ങനെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി എലിസബത്ത് പാടിയിരിക്കുന്നത്. അങ്ങനെ മക്കളും എല്ലാരും ഞങ്ങൾ പാട്ടില് കുട്ടികളായിട്ടില്ല. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെയാണ് പോകുന്നു. ഓക്കെ ചേട്ടാ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ പറയാനും നമുക്ക് കേൾക്കാനും സാധിച്ചു. ഇനിയും ഒരുപാട് പാട്ടുകളും സിനിമാ പാട്ടുകളും എല്ലാം ദൈവം കനിഞ്ഞറിഞ്ഞ് ചേട്ടന് തരട്ടെ. എല്ലാ വക ആശംസകളും. താങ്ക് യു. നിങ്ങളുടെ MC ഓഡിയോസിനും ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ പാട്ടുകാരനോ അല്ലെങ്കിൽ പാട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്. ഈ ഓഡിയൻസോ അല്ലെങ്കിൽ ശ്രോതാക്കളോ പ്രേക്ഷകരോ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇവരുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളുമാണ് ഞങ്ങളെപ്പോലെ ആളുകളുടെ ഉയർച്ചയും താഴ്ചയും നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. താങ്ക് യു.